ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇസ്രായേൽ ബോംബിങ് തുടർന്നു. ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. എന്നാൽ യുദ്ധം പഴയതുപോലെ മൂർച്ഛിക്കുന്നില്ല, കുറച്ച് ശാന്തമായ രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നിന്നോ എന്നുള്ളത് ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു സീവിയറായിട്ടുള്ള ഒരു ആക്രമണം ഇരു രാജ്യങ്ങളും നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റാലി രേഖപ്പെടുത്തിയ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ IT സ്റ്റോക്കുകളുടെ നല്ലൊരു റാലിയിൽ നിഫ്റ്റി ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു റാലി രേഖപ്പെടുത്തി. അതായത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ഓപ്പണിംഗ് റേഞ്ച് തന്നെ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പോയിൻറ്റുകളൊന്നും തന്നെ ഫോൾ ആവാതെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം മുകളിലേക്ക് പോയി. അല്ലാതെ അതിന് മുമ്പുള്ള ദിവസത്തെ പോലെ ഒരു സിക്സ് ആക്ക് മാർക്കറ്റ് ആയിരുന്നില്ല. ഇന്നലെ ഈവൻ FIs സെല്ലേഴ്സ് ആയിരുന്നു. 2427 കോടി രൂപയ്ക്ക് FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. DEs സമാനമായ രീതിയിൽ ബൈ നടത്തി. കൂടാതെ തന്നെ റീറ്റെയിലേഴ്സ് യുദ്ധഭീതി ഒഴിഞ്ഞു ബൈയിങ് നടത്തി മാർക്കറ്റ് മുകളിലേക്ക് പോയൊരവസ്ഥയാണുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക്, US ടെക്നോളജി ഇൻഡെക്സ് പോസിറ്റീവായിരുന്നപ്പോൾ ഡോ 100 പോയിൻറ്റ് മൈനസ് ആയിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇടിവിലായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ നിക്കി മാർക്കറ്റ് 375 പോയിൻറ്റ് പ്ലസ്സാണ്. കോസ്പി കൊറിയൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ചൈന പോസിറ്റീവാണ്. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് $3334. ബ്രൻഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് $66. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ ഏകദേശം 1,72,000 എന്ന നിലയിൽ. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ്സോ ബിയറിഷ്നെസ്സോ ഇല്ല, ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് തീരുമാനങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് വരുമെന്നും സൂചനകളുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 535 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. 500 വാഗൺ ൻ്റെ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് ടെക്സ്മാക്കോ റെയിലിന് ലഭിച്ചിട്ടുള്ളത്. JSW എനർജി കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർ NHPC ആയിട്ടൊരു പുതിയ പവർ പർച്ചേസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വൺ മൊബിവിക് കമ്പനി ഇവരുടെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് 8% സ്റ്റേക്ക് വിറ്റ് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. തേജസ് നെറ്റ്വർക്ക് കമ്പനി ഇവരുടെ 5G ഗ്ലോബൽ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് പ്രകാരം ഇവർ റോക്ടെൻ സിംബണി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. OM ഇൻഫ്ര കമ്പനി ഇവർക്ക് ഒരു ഹൈഡ്രോ മെക്കാനിക്കൽ ഓർഡർ 199 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി ഇവരെ സംബന്ധിച്ച് 4 ലൈൻ ബാംഗ്ലൂർ ചെന്നൈ 4 ലൈൻ എക്സ്പ്രസിൻ്റെ ഓർഡർ ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ദിലീപ് ബിൽഡ്കോൺ കമ്പനി. ലയൻസ് ഇൻഫ്ര കമ്പനി 600 കോടി രൂപയുടെ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് ലയൻസ് ഇൻഫ്ര ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ലോയിഡ് മെറ്റൽ കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇവരുടെ മൈനിങ് പ്ലാന്റാണ്. അതിന് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. വെസ്റ്റേൺ കാരിയേഴ്സ് കമ്പനി ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനിയായിട്ട് 550 കോടി രൂപയുടെ ഓർഡർ സൈൻ ചെയ്തു. സോളറിയം ഗ്രീൻ എനർജി കമ്പനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.